ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചണ്ഡീഗഡിൽ അപായ സൈറൻ മുഴങ്ങി. ജനങ്ങൾ വീടിന് പുറത്തിറങ്ങരുത് എന്നാണ് നിർദ്ദേശം. ഇന്നും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണിത്. ഇന്ന് ഉറിയിലും പൂഞ്ചിലും ഓരോരുത്തർ വീതം മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാത്രി 2 മണിക്കൂറോളം നീണ്ട പ്രകോപനത്തിന് ശേഷമാണ് ഇന്ന് പുലർച്ചെ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. ഇന്നലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ വിറങ്ങലിച്ച സാഹചര്യം ആണുള്ളത്. പാകിസ്ഥാനിലും വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് അമേരിക്ക ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിന് എന്ന് പാക് പ്രധാനമന്ത്രി തന്നെ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉള്ള റിപ്പോർട്ടുകളൊപ്പം ഇന്ത്യയുടെ അവകാശവാദങ്ങളെല്ലാം പാകിസ്ഥാൻ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന് പറയുന്ന JF-17 യുദ്ധവിമാനങ്ങൾ, F-16 യുദ്ധവിമാനങ്ങൾ, അതൊക്കെ തെറ്റായ പ്രചാരണം എന്ന വിവരം കൂടിയാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വീണ്ടും ആണവ ഭീഷണി മുഴക്കുക തന്നെയാണ്. ആ സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്ന തരത്തിലൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇന്ത്യ കരുതലോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാൻ നടത്തുന്ന ഓരോ ശ്രമങ്ങളെയും അതാത് ഘട്ടത്തിൽ തന്നെ വിഫലമാക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വളരെ നിർണായകമായ ചർച്ചകളും കൂടിക്കാഴ്ചകളുമാണ് ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 സേനാ മേധാവികളുമായി പ്രതിരോധ മന്ത്രി ആശയവിനിമയം നടത്തുന്നുണ്ട്. സംയുക്ത സേനാ മേധാവി ഇപ്പോഴത്തെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ രാത്രിയിൽ നടന്നത് 3 സേനാ വിഭാഗങ്ങളുടെയും സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. കരസേന, വ്യോമസേന, നാവികസേന, 3 സേനാ വിഭാഗങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കാൻ സജ്ജമാണ്. 3 സേനാ വിഭാഗങ്ങൾ തമ്മിൽ കൃത്യമായ ഏകോപനം നടത്തുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ മുതിർന്ന ഏത് മട്ടിലുമുള്ള തിരിച്ചടിയായിരിക്കും ഇനി ഇന്ത്യ നൽകുക എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സാധാരണ നിലയിൽ നമ്മൾ ആവർത്തിച്ചു പറയുന്നതാണ്, ഒരു രാജ്യത്തെയും ഇന്ത്യ ആദ്യം ആക്രമിക്കില്ല, ഒരു രാജ്യത്തിന്റെയും പരമാധികാരത്തിലേക്ക് കടന്നു കയറില്ല, രാജ്യത്തിന്റെ നിയന്ത്രണ രേഖകൾ ലംഘിക്കില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി. ഇന്നലെ പാകിസ്ഥാൻ പലതവണ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നു. ഇന്ത്യയുടെ സൈനിക താവളങ്ങളെ, വ്യോമത്താവളങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയ ആ ഘട്ടത്തിൽ ആണ് ഇന്ത്യ തിരിച്ചടിച്ചത്. അങ്ങനെയാണ് യുദ്ധസമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്ത്യ തുടർ നടപടികൾ ആലോചിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. രാജ്യതലസ്ഥാനമായ ഡൽഹി അതീവ ജാഗ്രതയിലാണ്, സുരക്ഷാ വലയത്തിലാണ്, സൈന്യത്തിന്റെ നിരീക്ഷണ കണ്ണുകളിൽ ആണ് ഇപ്പോൾ ഡൽഹി മുന്നോട്ട് പോകുന്നത്. കിരൺ ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. കിരൺ, നിർണായകമായ യോഗങ്ങൾ ചേരുന്നു. ഒരുപക്ഷെ ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ തുടരുന്നു എങ്കിൽ അത് റദ്ദാക്കുവാനുള്ള സാധ്യതയുണ്ട്. പാകിസ്ഥാൻ ഒരു തരത്തിലും ഇന്ത്യയുടെ രഹസ്യ സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിനുള്ള അവസരം ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ പാകിസ്ഥാന്റെ ആരൊക്കെയാണ് പിടിയിലുള്ളത് എന്നത് പോലും സംബന്ധിച്ച് വ്യക്തതയില്ല. പാകിസ്ഥാന്റെ 2 പൈലറ്റുമാരെ പിടികൂടിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. വാർത്താ ഏജൻസികൾ അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് 3 സേനയുടെ മേധാവിമാരുമായും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയത്, അത്തരം ചർച്ചകളൊക്കെ നടത്തിയത്. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം തരത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആക്രമണത്തിന് തുനിയുന്നത്, ഇന്ത്യ എങ്ങനെയെല്ലാമാണ് തിരിച്ചടിക്കുന്നത്, ഇതുവരെ എന്തെല്ലാം ചെയ്തു, ഇനി എന്തെല്ലാം ആണ് അടുത്ത മൂവ്മെന്റുകൾ ചെയ്യേണ്ടത്, അതിനുശേഷം എന്തെല്ലാം, ഇനി അടുത്ത ഘട്ടത്തിൽ പാകിസ്ഥാന്റെ പ്രതികരണം മറ്റു തരത്തിലായാൽ എങ്ങനെ തിരിച്ചടിക്കണം, അത്തരം കാര്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ സേനയ്ക്ക് ഒരു പ്ലാനുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ എന്ന മട്ടിലായിരിക്കും സ്വാഭാവികമായും ഇതുവരെ ഉണ്ടായ കാര്യങ്ങളാവും ഈ സേനാ മേധാവിമാരും പ്രതിരോധ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടാവുക. ഇന്ത്യയുടെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു രീതി അനുസരിച്ചാണെങ്കിൽ ഇന്ത്യ ആദ്യം പ്രധാനപ്പെട്ട ആക്രമണം നടത്തിയ ശേഷം ഞങ്ങളാണ് ഈ സാധനം നടത്തിയത്, ഞങ്ങൾ എങ്ങനെയാണ് നടത്തിയത്, ഏത് ആയുധം ഉപയോഗിച്ചാണ് നടത്തിയത്, ഏത് സമയത്താണ് നടത്തിയത്, ഈ കാര്യം ലോകത്തോട് കൃത്യമായി തന്നെ വ്യക്തമാക്കും. അതിന് കഴിഞ്ഞ 2 വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം, 2 വാർത്താ സമ്മേളനങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് നിലപാട് വ്യക്തമാക്കും. 2 വാർത്താ സമ്മേളനങ്ങളിലും വ്യക്തമാക്കിയ നിലപാട്. ആദ്യ തവണ ഈ 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പറഞ്ഞത് ഈ 9 കേന്ദ്രങ്ങളാണ്, ഈ 9 കേന്ദ്രങ്ങളും ആരുടെയൊക്കെ കേന്ദ്രങ്ങളാണ്, എവിടെയൊക്കെയാണ് നാശനഷ്ടമുണ്ടായത്, ഏത് മിസൈലാണ് ഞങ്ങൾ ഉപയോഗിച്ചത് എന്നെല്ലാം വളരെ കൃത്യമായി തന്നെ ഇന്ത്യ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഞങ്ങൾ ഭീകര സംഘടനയാണ്, മറ്റാരും ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് മട്ടിൽ മാറി നിൽക്കുകയല്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയാണ് നടപ്പാക്കിയത്, എങ്ങനെ നടപ്പാക്കി, ഇതെല്ലാം കൃത്യമായി തന്നെ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുക
ചെയ്യുകയാണ്. ഇന്നലെയും അതുതന്നെയാണ് ചെയ്തത്. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട എല്ലാ മിസൈലുകളും പൂർണ്ണമായും തകർത്തുകൊണ്ട് അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തിയാണ് ലോകത്തെ അറിയിച്ചത്. അപ്പോഴും നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ആദ്യം കയറി അടിക്കില്ല. ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാവും. അത് പലപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അത് ചിലപ്പോൾ കടുത്തു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യം കയറി അടിക്കില്ല ഞങ്ങൾ, ഉറപ്പാണ്. അത്തരമൊരു വാക്കാണ് ഇന്ത്യ ഇന്നലെയും പറഞ്ഞത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനം ഉണ്ടായി. അപ്പോൾ വീണ്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ അതിനേക്കാൾ ശക്തമായ രീതിയിലേക്ക് തിരിച്ചടിയിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിൽ ഇന്ത്യ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വാർത്താ സമ്മേളനം നടത്തുന്നത്. അതുകൊണ്ടാണ് വാർത്താ സമ്മേളന വിഷയത്തിൽ ചില അനിശ്ചിതത്വമുണ്ട് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഒരു രീതി അങ്ങനെയാണ്. ഇന്ത്യ ആദ്യം സമാധാന രീതിയിൽ തന്നെ പറയും, അതിനുശേഷം വീണ്ടും ആവർത്തിച്ച് പറയും. എന്നിട്ട് നടപ്പാകുന്നില്ലെങ്കിൽ ഇന്ത്യ കാര്യം നടപ്പാക്കിയ ശേഷം വാർത്താ സമ്മേളനം നടത്തി ലോകത്തോട് വിളിച്ചു പറയും, ഞങ്ങൾ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി എന്താണ് ഞങ്ങളുടെ നിലപാട് എന്നത് വ്യക്തമാക്കും. അങ്ങനെ ഇനി എന്ത് നിലപാട് എന്ന് വ്യക്തമാക്കി, ഇന്നലെയും വ്യക്തമാക്കിയതാണ്. എന്നിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മറിച്ച് നിലപാടുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആ തരത്തിലേക്കുള്ള തിരിച്ചടിയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇനി എന്താണ് ശരിയായ തിരിച്ചടി ഇന്ത്യ നൽകാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു വിഷയം കൂടി നടന്ന ശേഷമായിരിക്കും സാധാരണഗതിയിൽ വാർത്താ സമ്മേളനം നടത്തുക. ഇതല്ലേ യുദ്ധവുമായി അല്ലെങ്കിൽ ഒരു സംഘർഷവുമായിട്ടൊക്കെ രാജ്യസുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയില്ല. ഇത് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ഒരു പൊതു രീതി വെച്ചിട്ടാണ് ഇങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഈ യുദ്ധസമയത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പല ഘട്ടത്തിലും തെറ്റായ വാർത്തകളും തെറ്റായ ഇൻഫർമേഷനും ഒക്കെ പല മേഖലയിൽ നിന്ന് വരും. വാർത്താ ചാനലുകൾക്കോ ഏജൻസികൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ചിലപ്പോൾ അത്തരം വാർത്തകളൊക്കെ ചിലപ്പോൾ നൽകേണ്ടി വരും. പക്ഷേ ആ നൽകേണ്ടി വരുമ്പോൾ തന്നെ അതിന് ആധികാരികത ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥിരീകരിച്ചാണ് എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ വാർത്ത പറയുന്നത്. ചില വാർത്തകൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള ലേബലിൽ തന്നെയാണ് വാർത്തകൾ നൽകുന്നത്. അത്തരം വാർത്തകളും വിവരങ്ങളും ഒക്കെ വരുമ്പോൾ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വാർത്താ സമ്മേളനം നടത്താത്തതിന് ഇന്ത്യ ചണ്ഡീഗഡിൽ അല്പസമയം മുമ്പാണ് ഇന്ത്യ ഒരു എയർഫോഴ്സ് ഒരു അലർട്ട് നൽകിയിരിക്കുന്നത്. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് മാത്രമല്ല ബാൽക്കണിയിൽ പോലും നിൽക്കരുത് എന്നുള്ളൊരു അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലൊരു വ്യോമാക്രമണം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പാകിസ്ഥാൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യ അത്തരം ഒരു വ്യോമാക്രമണത്തിനുള്ള പ്രതിരോധത്തിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഏതെല്ലാം സംവിധാനങ്ങളും പ്രതിരോധമൊക്കെ ഒരുക്കിയാലും ജനങ്ങൾക്കിടയിൽ ഇത് ആയുധം വെച്ചുള്ള ആൾക്കാർ പറയുന്നത് പോലെ ആയുധം വെച്ചുള്ള ഒരു കളിയാണ്. അത് ചിലപ്പോൾ ആയുധത്തിന് തെറ്റി വന്ന് വീണാൽ ഇന്ത്യ സംവിധാനത്തിന് എന്തെങ്കിലും തകരാറ് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തെ വെട്ടിച്ചോരണമെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ പോലും അതിൽ മരണമടയരുത്, ആർക്കും പരിക്കേൽക്കരുത്. ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക. നമ്മൾ ഇതുവരെ അയച്ച എല്ലാ മിസൈലുകളും അവരുടെ മണ്ണിൽ വെച്ച് തന്നെ തടഞ്ഞ്, അവരുടെ ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞ്, അവരുടെ മണ്ണിലേക്ക് തന്നെ തകർത്ത് ഇടുന്ന അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ കാര്യമായ ഏതെങ്കിലും ഒരു മിസൈൽ ആക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ചില ഡ്രോണുകൾ ഇന്ത്യയിൽ തകർന്നു വീണു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷെല്ലാക്രമണം നടത്തി അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ്. അത് പാവപ്പെട്ട ഗ്രാമീണരായ മനുഷ്യർക്ക് നേരെയൊക്കെ ഷെല്ലാക്രമണം നടത്തി. ഇതൊക്കെയാണ് പാകിസ്ഥാന് കഴിഞ്ഞത്. പക്ഷേ പാകിസ്ഥാൻ സ്വാഭാവികമായും അവർക്ക് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഉണ്ടായ ഒരു തിരിച്ചടിയുണ്ട്, ഒരു നാണക്കേടുണ്ട്. അത് മറികടക്കാൻ വേണ്ടി ഏത് വിധേനയും ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് ആ തരത്തിലേക്ക് ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാന്റെ സേനയുടെ ഭാഗത്തു നിന്നും, ഒപ്പം തന്നെ പാകിസ്ഥാനിലെ ഈ പ്രധാനപ്പെട്ട 3 ഭീകര സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ എന്തായാലും ഈ തരത്തിലൊരു മുൻകരുതൽ ചണ്ഡീഗഡിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം, ഇപ്പോൾ 10 മണിക്ക് തുടങ്ങേണ്ട വാർത്താ സമ്മേളനമാണ്. അതുപോലെ എന്തായാലും തുടങ്ങിയിട്ടില്ല. എപ്പോഴാണ് ഇനിയിപ്പോൾ വാർത്താ സമ്മേളനം വന്നത് ഉടൻ തന്നെ അറിയിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. യെസ്, കനത്ത ജാഗ്രതയിൽ ആണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ അടക്കം ചേർന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയം മുമ്പ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 3 സേനാ വിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തി. ഇപ്പോൾ പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. അതിനിടയിലാണ് ചണ്ഡീഗഡിൽ നിന്ന് അപായ സൈറൻ മുഴങ്ങിയിട്ടുള്ളത്. ആളുകൾ സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരുക തന്നെ വേണം, വീടിന് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാൽക്കണിയിലേക്ക് പോലും പോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ബ്രിഗേഡിയർ വേണു നായർ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബ്രിഗേഡിയർ വേണു നായർ, ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രകോപനം അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെ, വ്യോമത്താവളങ്ങളെ ആയിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത്. അത് തകർത്തു. അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ തിരിച്ചടിച്ചു. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വളരെ കൃത്യമായി പാകിസ്ഥാനിലെ തന്ത്രപ്രധാന മേഖലകളിൽ ആണ് ഇന്ത്യ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയത്. അത് ലാഹോർ, ഇസ്ലാമാബാദ്, കറാച്ചി അടക്കമുള്ള മേഖലകളിൽ ആണ്. ഇത്തരത്തിൽ ഒരു നാശനഷ്ടങ്ങൾ വരുത്തിയ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? എല്ലാവർക്കും ജയൻ. തുടർച്ചയായിട്ട് 3ാമത്തെ പരാജയമാണ് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത്. അവരെ തോൽപ്പിച്ചത് ഇന്ത്യക്കാര്. അതെന്ന് പറഞ്ഞാൽ മിലിറ്ററി, സർക്കാർ,
ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യൻ ജനത, ഇതിനെ എല്ലാതും നോക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ജനത, നമ്മുടെ വിജയമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. അത് പാകിസ്ഥാന്റെ ഒബ്ജക്റ്റീവും അവരുടെ ചെയ്യാവുന്ന കാര്യങ്ങളും അത് നടക്കാത്തതാണ് എന്നുള്ള ഒരു സത്യാവസ്ഥ അവർക്ക് ബോധമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. നമ്മൾ ഇത് നിർബന്ധിച്ച് ചെയ്ത ഒരു ഓപ്പറേഷനാണ്. അതിന് പലതവണ പറയേണ്ട കാര്യമില്ല. എങ്കിലും ഫേസ് 1 നമ്മൾ അവർക്കൊരു തിരിച്ചടി കൊടുത്തു. ഈ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് എതിരായിട്ട് നമുക്കത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ വി ഹാഡ് ടു ഡു ഇറ്റ്, നമുക്കത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി പാകിസ്ഥാൻ അത് സഹിച്ച് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായിരുന്നു അതിന്റെ പ്രാക്ടിക്കൽ വേ. ബട്ട് അവർക്ക് പാകിസ്ഥാന്റെ ആർമിയുടെ ഒരു ഇമേജ് പബ്ലിക്കിന് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ഒരു രാക്ഷസനാണ്, ഒരു ഭീകരജീവിയാണ്, അവരില്ലെങ്കിൽ, പാകിസ്ഥാൻ മിലിറ്ററി ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ പാകിസ്ഥാനെ ഇന്ത്യയിലേക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്നുള്ള രീതിയിലും, പിന്നെ മതത്തിനെതിരായിട്ടുള്ള കുത്തുവയ്പ്, ഇങ്ങനെ ഒരു വലിയ ഹവായിട്ടാണ് ഇന്ത്യയെ വെച്ചിരിക്കുന്നത്. പക്ഷേ ആർമിയിൽ ഇത്രയും വർഷം ജോലി ചെയ്ത് എനിക്കറിയാം, നമുക്ക് ഡിഫെൻസീവ് സ്ട്രാറ്റജിയാണ് മെയിൻ ആയിട്ടുള്ളത്. അതിനോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും ഒഫെൻസീവായിട്ട് അറ്റാക്കോ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ നമ്മൾ ഒരിക്കലും ഒരു അത് എടുക്കണമായിരുന്നെങ്കിൽ പണ്ടേ എടുക്കാമായിരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ പെട്ടതല്ല അങ്ങനെയുള്ള ഒരു ഇത്. പക്ഷേ പാകിസ്ഥാന്റെ നിലനിൽപ്പ്, പാകിസ്ഥാൻ ആർമിയുടെ നിലനിൽപ്പ് ആന്റി ഇന്ത്യൻ സ്റ്റാൻസ് മാത്രമാണ്. പിന്നെ ഈ ആദ്യത്തെ ദിവസം 9 ലൊക്കേഷൻ അവരെ നമ്മുടെ ക്ലിനിക്കൽ സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ വിചാരിച്ചതെല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ അവർക്ക് പറ്റിയില്ല. അപ്പോൾ അജയമെന്ന് പബ്ലിക്കിനെ വിശ്വസിപ്പിച്ചിരുന്ന അവരുടെ രക്ഷാകവചം ഒന്നുമല്ല എന്ന് പബ്ലിക്കിന് മനസ്സിലായി. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ ആർമിയോട് ചോദിക്കും, ഇത് നിങ്ങളോട് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഒരു ഓപ്റ്റിക്സിന് പബ്ലിക്കിനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു തിരിച്ചടി, ഒരു റെസ്പോൺസ് നമ്മൾ ഏതായാലും എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. വളരെ 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 പെട്ടെന്ന് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം എന്നത് വിവരമാണ് വരുന്നത്. എന്തായാലും ജെയ്ഷെ മുഹമ്മദിലെ ഭീകരരാണ് വധിച്ചിരിക്കുന്നത്. 7 പേരെയാണ് വധിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഈ സമയത്തും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റത്തിലുള്ള ശ്രമങ്ങൾ ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ, ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 7 പേരെയാണ് ഇപ്പോൾ BSF വധിച്ചിരിക്കുന്നത്. അവരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയിരിക്കുന്നു. 7 പേരെയും വധിച്ചിരിക്കുന്നു. സാംബയിലാണ് ഇങ്ങനെ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയത്. ആ 7 ഭീകരരെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. യെസ്, ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത് അത് തന്നെയാണ്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിർത്തി മേഖലകളിൽ തുടർച്ചയായ പ്രകോപനമുണ്ടാവുകയും അതിനിടെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പാകിസ്ഥാനിൻ സൈന്യം ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ കൂടി പ്രവേശിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പഹൽഗാമിന് ശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലടക്കം തീവ്രവാദ ആക്രമണം നടത്താൻ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ തീവ്രവാദികളെ ഇന്ത്യയുടെ അതിർത്തി കടത്തി വിടുവാനുള്ള നീക്കം, അതിന് സൈന്യത്തിന്റെ ഒത്താശയുണ്ട്. അത്തരം നീക്കങ്ങൾ കൂടി നടക്കുന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് തുടർച്ചയായി ഷെൽ ആക്രമണം നടത്തുന്നുണ്ട്. പൂഞ്ച് മേഖലകളിൽ, രജൌരി മേഖലയിൽ, ഉദ്ധംപൂരിൽ, ജമ്മു മേഖലയിൽ, അഖ്നൂരിൽ, സാംബയിൽ, പത്താൻകോട്ടിൽ അടക്കം ആക്രമണത്തിനുള്ള നീക്കങ്ങൾ ആണ് പാകിസ്ഥാൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഈ മേഖലകളിലൂടെ നമ്മൾ ആവർത്തിച്ചു വ്യക്തമാക്കിയതാണ്. അതായത് ഭൂമിശാസ്ത്രപരമായി പാകിസ്ഥാന് കുറച്ച് അനുകൂലമാകുന്ന പ്രദേശങ്ങൾ ഈ അതിർത്തി മേഖലകളിൽ ഉണ്ട്. ആ അതിർത്തി മേഖലകളിലൂടെ ഇന്ത്യയുടെ സൈന്യത്തിന്റെ കണ്ണു വെട്ടിച്ച് ഇന്ത്യ പാക് സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ നേർക്കുനേർ നിൽക്കുമ്പോൾ അതിന്റെ മറവിലൂടെ കൂടുതൽ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കുക, അതാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. അങ്ങനെ നടക്കുന്ന ശ്രമങ്ങൾ അടക്കം ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ചെറുക്കുന്നു എന്നുള്ളതാണ്. സാംബയിൽ ആണ് ഇത്തരത്തിൽ 7 ഭീകരവാദികളെ വധിക്കാൻ, 7 തീവ്രവാദികളെ വധിക്കാൻ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണം അഴിച്ചുവിടുന്നു. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിൽ, പ്രധാനപ്പെട്ട
പ്രദേശങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റുവാനുള്ള ശ്രമവും നടക്കുന്നു. ഈ 3 ശ്രമങ്ങൾ ആണ് ഇന്ത്യൻ സേന ഒരേ സമയം തടഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ചണ്ഡീഗഡിൽ ഇപ്പോൾ സൈറൻ മുഴങ്ങിയിട്ടുള്ളത്. അതായത് പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാകാം എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതാ ഈ ശബ്ദം അല്പസമയം മുമ്പ് ചണ്ഡീഗഡിൽ ഉയർന്നു കേട്ട ശബ്ദമാണ്, സൈറൻ മുഴക്കിയ ശബ്ദമാണ്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചണ്ഡീഗഡിൽ ഇത്തരത്തിൽ, അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വ്യോമാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അത്തരം വ്യോമാക്രമണങ്ങളെ ചെറുക്കുവാനുള്ള സംവിധാനം നമുക്കുണ്ട്. സുദർശൻ ചക്ര എന്ന നമ്മുടെ പ്രതിരോധ സംവിധാനം, മിസൈൽ പ്രതിരോധ സംവിധാനം, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ചിരുന്നു എന്നത് വ്യക്തമായതാണ്.